കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ നടക്കുന്ന മനുഷ്യക്കടത്തിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. മോഡലിംഗിന് എന്ന പേരിൽ സ്ത്രീകളെ വിദേശത്തേക്ക് എത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തുന്നതായും കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നതായും കണ്ടെത്തൽ. നഗ്ന വീഡിയോകളും ചിത്രങ്ങളും എടുത്ത് കുടുംബത്തിന് അയച്ചു നൽകി ഒറ്റപ്പെടുത്തുന്നതും കടത്ത് സംഘത്തിന്റെ ക്രൂര വിനോദമാണ്. നടക്കുന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തുന്ന യുവതിയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. സംഭവത്തിൽ 3 പ്രതികളെ പോലീസ് പിടികൂടി. അന്താരാഷ്ട്ര സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്നും കൂടുതൽ പ്രതികളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. എറണാകുളം മരട് പോലീസിന് ലഭിച്ച പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. കൊച്ചിയിൽ മോഡലിംഗിനെ മറയാക്കി അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് സെക്സ് റാക്കറ്റ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം. സിന്ധു, അലീന, മഞ്ജിമ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നീക്കങ്ങൾ. മോഡലിംഗിന് മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പരാതിക്കാരിയെ സമീപിച്ചത്. വിസയ്ക്കായി 4 ലക്ഷം രൂപയും വാങ്ങി. വിശ്വസനീയമായ രീതിയിലായിരുന്നു പ്രവർത്തനം. തുടർന്ന് വിദേശത്തേക്ക് എത്തിച്ചു. അതോടെ കഥ മാറി. പിന്നീട് നടന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂര പീഡനങ്ങൾ. മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി ബോധരഹിതയാക്കി പലർക്കും കാഴ്ചവെച്ചെന്ന് യുവതി വെളിപ്പെടുത്തുന്നു. ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ഡെയിലി ഡ്രിങ്ക്സിലും ഈവൻ പച്ചവെള്ളത്തിൽ പോലും ഓരോന്ന് കലക്കി തരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ഫീലാണ് അവിടെ ഉണ്ടാവുക. ശാരീരികവും മാനസികവുമായി തളർത്തുന്നതായിരുന്നു കടത്തു സംഘത്തിന്റെ പ്രവർത്തനം. വിദേശത്തെത്തിക്കുന്ന യുവതികളെ ഹോട്ടലിൽ കൊണ്ടുപോയി പാസ്പോർട്ടും മൊബൈലും കൈക്കലാക്കും. തുടർന്ന് നഗ്ന വീഡിയോകളും ചിത്രങ്ങളും എടുത്ത് കുടുംബാംഗങ്ങൾക്ക് അയച്ചുകൊടുത്ത് കുടുംബത്തിൽ ഒറ്റപ്പെടുത്തും. മാനസികമായി തകർത്ത് സംഘത്തിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിപ്പിക്കും. തയ്യാറാകാത്തവരെ മർദ്ദിച്ചും ഉപദ്രവിച്ചും സമ്മതിപ്പിക്കും. ബന്ധുവിന്റെ സഹായത്താലാണ് പരാതിക്കാരി രക്ഷപ്പെട്ടത്. മരട് പോലീസിന്റെ വിപുലമായ അന്വേഷണത്തിൽ മുംബൈയിൽ നിന്നാണ് മുഖ്യപ്രതി സിന്ധുവിനെ പിടികൂടിയത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് വലയിലാക്കിയത്. സിന്ധുവിനൊപ്പം പ്രവർത്തിച്ച അലീന എബ്രഹാം, മഞ്ജിമ എന്നിവരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ളയാളാണ് അലീനയെന്ന് പോലീസ് കണ്ടെത്തി. ഇവർ നേരത്തെയും ക്രിമിനൽ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഹായ് ഓൾ, ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കുന്ന ഇന്റർനാഷണൽ ഫാഷൻ ഷോയിൽ റാവാക്ക് ചെയ്യാനുള്ള ഒരു സുവർണാവസരം. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഹറി അപ്പ്, സ്റ്റേ ട്യൂൺ. ബൈ. പൊന്നാനിയിൽ നിന്നുമാണ് മഞ്ജിമയെ പിടികൂടിയത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. കൂടുതൽ പരാതികളുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അന്വേഷണ സംഘത്തിൽ വിവരം നൽകാൻ ഫോൺ നമ്പർ പ്രസിദ്ധപ്പെടുത്തും. കേസുമായി ബന്ധപ്പെട്ട് 2 പ്രതികൾ വിദേശത്തെന്നും കമ്മീഷണർ. എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ ഫോണൊക്കെ തന്നില്ല, പാസ്പോർട്ടൊക്കെ മാറ്റി വെച്ച് കുറച്ച് വളരെ ഗുരുതരമായിട്ടാണ് പ്രഷർ. ഫോട്ടോ വീഡിയോഗ്രാഫി എടുത്ത് പിന്നെ ഫർദറായിട്ട് അത് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള അങ്ങനെ ഒരു രീതിയിൽ പോയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് കേസ് എടുത്ത് ഒരു ടീം രൂപീകരിച്ച്. തൊഴിൽ വാഗ്ദാനം ചെയ്തുള്ള കൊടിയ പീഡനവും കടത്തുമാണ് നടന്നതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിവരശേഖരണത്തിനും അന്വേഷണത്തിനും ഒരുങ്ങുകയാണ് കേരള പോലീസ്. പെരുമ്പാവൂരിലെ ഗുണ്ടാ നേതാവ് നിയന്ത്രിക്കുന്ന പെൺവാണിഭ സംഘത്തിലെ അംഗങ്ങളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ ഗുണ്ടാ നേതാവിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതും. കേസിൽ ഇനിയും കൂടുതൽ പ്രതികളുണ്ടാകും, വലിയ വെളിപ്പെടുത്തലുകളും ഉണ്ടാകും. ഇരയായ പല ആളുകളും പരാതി നൽകിയിട്ടില്ല. ഉടൻ തന്നെ അവരും പരാതി നൽകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘവും. സഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.